നമസ്കാരം. അടക്കാനാവാത്ത സങ്കടത്തോടെ, വേദനയോടെ, നിരാശയോടെ ഈ നാടിൻ്റെ ഗതികെട്ട അവസ്ഥയോർത്ത് വിലപിക്കുകയാണ് CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഞാനിങ്ങോട്ട് വരുമ്പോൾ വാർത്ത കാണുകയായിരുന്നു. ചങ്ങനാശ്ശേരി ഗവൺമെൻറ് LP സ്കൂളിലെ ഒരു ക്യാമ്പിൻ്റെ ചിത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2:15 വരെ ഇന്നലെ മുതൽ ക്യാമ്പിൽ താമസിക്കുകയാണ് അവർ. അവർക്ക് ഭക്ഷണമില്ല, കുടിക്കാനുള്ള വെള്ളം പോലുമില്ല, മറ്റൊരു സൗകര്യമില്ല. വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ 3 മണിക്കാണ് ഭക്ഷണം കഴിച്ചത് എന്നാണ്. ഇന്ന് 3 മണി വരെ അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ 3 മണിക്കൂറിൻ്റെ ഭക്ഷണം അതൊരു വലിയ വാർത്തയായിട്ട് അദ്ദേഹം തന്നെ അവതരിപ്പിക്കുമ്പോൾ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് ഇന്നലെയും ഇന്ന് രാവിലെയും ഇന്ന് 2:15 മണി വരെയും ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന വാർത്തയാണ് റിപ്പോർട്ടർ TV അവിടുന്ന് തന്നെ സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ഇത് ഏതെങ്കിലും ഒരു ക്യാമ്പിൻ്റെ മാത്രം അനുഭവമല്ല. ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്യാമ്പിൽ, പ്രൊവിഡൻസ് കോളേജിലാണ് ക്യാമ്പ്. അവിടെ പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കിടക്കാൻ പായ പോലുമില്ല. എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പിലെത്തിയവർക്ക് കിടക്കുന്നതിന് വേണ്ടിയുള്ള പായ പോലും തയ്യാറായിട്ടില്ല. ബ്രഷില്ല, പേസ്റ്റില്ല, സോപ്പില്ല, ഒരു വസ്തു അവർക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് നമ്മുടെ കേരളത്തിലെ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന, സത്യം പറഞ്ഞാൽ ദുരിതാശ്വാസ ക്യാമ്പ് എന്നാണല്ലോ പറയുക. ദുരിതത്തിൻ്റെ ആശ്വാസമില്ല, വെറും ക്യാമ്പ് മാത്രമാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ ദുഃഖഭാവം കണ്ടിട്ട് കേരളം ഒന്നാകെ കരഞ്ഞു. ഈ കണ്ണീര് കൊണ്ട് നമ്മുടെ ഡാമുകളെല്ലാം നിറയുകയും മറ്റൊരു ദുരന്തം കൂടി ഉണ്ടാവുകയും ചെയ്യുമോ എന്ന ഭയം എല്ലാവർക്കും ഉണ്ടായി. ഇതാണ് CPIM എന്ന രാഷ്ട്രീയ പാർട്ടി. എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് നടത്തുക, ആ കുത്തിത്തിരിപ്പിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തുക. അതിനുവേണ്ടി പണിയെടുക്കുന്ന ദേശാഭിമാനിക്കും കൈരളിക്കും ഇതുവരെ വിശ്വാസ്യതയില്ലാത്തത് കൊണ്ടാണ് മരമുറി ചാനൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുറേ മുതലാളിമാർ നടത്തുന്ന റിപ്പോർട്ടർ ചാനൽ ആ പിതൃത്വം ഏറ്റെടുത്ത് ഭംഗിയായി നിറവേറ്റുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് കഷ്ടപ്പെട്ടിട്ടും അവർക്ക് ആകപ്പാടെ ഒപ്പിയെടുക്കാൻ കഴിഞ്ഞത് ചങ്ങനാശ്ശേരിയിലെ ഒരു ചെറിയ പ്രശ്നമാണ്. ചങ്ങനാശ്ശേരിയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി. ആ ദുരിതാശ്വാസ ക്യാമ്പ് വൈകുന്നേരം 6 മണിക്കാണ് തുടങ്ങിയത്. അതിനു മുമ്പ് തന്നെ ആളുകൾ എത്തിത്തുടങ്ങി. അവിടേക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ സമയമെടുക്കുന്നത് കൊണ്ട് അവിടെയുള്ളവരോട് മറ്റൊരിടത്ത് പോയി ഭക്ഷണം കഴിക്കാമോ എന്ന് ചോദിച്ചു. അവരിൽ ചിലർ വിസമ്മതിച്ചു. അവർ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയാൽ അവിടെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണമെന്ന് അവർ ശഠിച്ചു. അത് വലിയ പ്രശ്നമാകുന്നു. പിറ്റേ ദിവസം റിപ്പോർട്ടർ ചാനൽ കുത്തിത്തിരിപ്പുമായി രംഗത്തിറങ്ങുന്നു. ആ ദുരിതാശ്വാസ ക്യാമ്പിൽ പരാതിയുള്ള 1-2 പേരെ മാത്രം തപ്പിപ്പിടിച്ച് അവർ പ്രശ്നമുണ്ടാക്കുന്നു. അതിലിടപെടാൻ വേണ്ടി സ്ഥലം MLA വിനു ജോബ് എത്തുന്നു. വിനു ജോബിനോട് പൊട്ടിത്തെറിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ ചക്രവർത്തിയെ പോലെ. MLA-യുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഇങ്ങോട്ട് വാ കാണിക്കാം എന്ന് അഹങ്കാരത്തോടുകൂടി വിളിച്ചുകൊണ്ട് പോവുകയാണ്. അതിൽ ഇടപെട്ട ആളെ ഭീഷണിപ്പെടുത്തുകയാണ്. സഹികെട്ട് MLA മറുപടി പറഞ്ഞു. ഈ പറയുന്ന വൃത്തികേടുകൾക്ക്, അഹങ്കാരത്തിന് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് ലൈവിൽ നമ്മുടെ നുണ മാത്രം പറയുന്ന ഡോക്ടർ അരുൺകുമാർ മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സീൻ കേരളം മുഴുവൻ കണ്ടതാണ്. ഈ വീഡിയോ കണ്ടാൽ ആരാണേലും ഈ വൃത്തികേട് കാട്ടിയവന്മാരുടെ ചെവിക്കല്ലിനൊന്ന് പൊട്ടിക്കാൻ ആലോചിച്ചു പോകും. പക്ഷെ അത് അവന്മാരുടെ വീഡിയോ ആയതുകൊണ്ട് കാണിക്കുന്നില്ല. അത്രയ്ക്കും വലിയ വൃത്തികേടാണ് അവന്മാർ കാട്ടിയത്. അതാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഏറ്റുപിടിച്ചത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പരാതി ഉണ്ടാകുക സ്വാഭാവികമാണ്. പെട്ടെന്ന് കിടപ്പാടം നഷ്ടപ്പെടുമ്പോൾ, ഇതുവരെ കഴിഞ്ഞിടത്തൊന്ന് മാറി താമസിക്കേണ്ടി വരുമ്പോൾ ഒരു അസ്വസ്ഥതയുണ്ടാവും. എന്നാൽ ഈ സർക്കാർ ആവട്ടെ മുൻ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ജില്ലാ കളക്ടർമാർക്ക് പരമാധികാരം കൊടുത്തിരിക്കുന്നു. അവർക്ക് ഫണ്ട് അനുവദിക്കാം, അവർക്ക് വേണമെങ്കിൽ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റാം, എല്ലാ അധികാരവും കൊടുത്തിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടാക്കി വരുമ്പോൾ ഉള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള സമയം പോലും ഇവർ കൊടുക്കുകയില്ല. ഇത് അവരുടെ അവകാശമാണെന്ന് കരുതുന്നു. 1-2 പേരുടെ പരാതിയാണ് ചിലർ ഏറ്റെടുക്കുന്നതും ചിലർ റിപ്പോർട്ടർ ചാനൽ മൂപ്പിക്കുന്നതും. യാതൊരു അന്തസ്സുമില്ലാതെ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ നാട് നീളെ നടന്ന് ഇങ്ങനെ കലാപമുണ്ടാക്കിയാണ് റിപ്പോർട്ടർ ചാനലും അതിൻ്റെ റിപ്പോർട്ടർമാരും. മുതലാളിമാർ ഒട്ടേറെ ക്രിമിനൽ കേസിലെ പ്രതികളാകുമ്പോൾ റിപ്പോർട്ടർമാർ ഗുണ്ടകളാകുന്നതിൽ അതിശയിക്കേണ്ടതില്ല. അവരുടെ നേതാവിനെ കണ്ടല്ലേ അണികൾ പഠിക്കുന്നത്.
നോക്കുക, ആരാണ് ഈ ചങ്ങനാശ്ശേരി റിപ്പോർട്ടർ എന്ന് എനിക്കറിയില്ല. പക്ഷെ അയാളുടെ അഹങ്കാരം, അയാൾ MLA സംസാരിച്ച രീതി, MLA പറഞ്ഞത് കേൾക്കാൻ അയാൾക്കുണ്ടായ വിസമ്മതം, അയാളാണ് ജഡ്ജി എന്ന തരത്തിൽ വെല്ലുവിളിക്കുന്നത്, എവിടെയോ ഒരാളെ തപ്പിപ്പിടിച്ചിട്ട് അതിന് പേരിൽ ബഹളം വയ്ക്കുന്നതൊക്കെ കാണുമ്പോൾ ഗുണ്ടയല്ലാതെ മറ്റാരുമെന്ന് തോന്നുന്നില്ല. അയാൾ മാധ്യമപ്രവർത്തകനല്ല, ഗുണ്ടയാണ് എന്ന് വേദനയോടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്തരം ഗുണ്ടകളെയാണ് നാടുനീളെ ഈ റിപ്പോർട്ടർ ചാനൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. എവിടെയും അവർ പറയുന്നത് നുണകളും കുത്തിത്തിരിപ്പുമാണ്. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും, ഉടുപ്പ് പോലും ഇടാൻ അനുവദിക്കാതെ എന്നെ പിടിച്ചുകൊണ്ടുപോയത് ഒരു ദിവസം പിണറായിയുടെ പോലീസ്. മജിസ്ട്രേറ്റ് മുമ്പിൽ എന്നെ ഹാജരാക്കുമ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ടർ ചാനൽ ലൈവ് ചെയ്യുകയാണ്. എല്ലാ ജാമ്യങ്ങളും റദ്ദാകും, ഉടനടി ജയിലിലേക്ക് പോകുന്നു, ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്നു. മറുനാടനിലെ ഒരാൾ അപ്പോൾ അയാളോട് ചോദിച്ചു, ചേട്ടാ ഈ ജാമ്യം റദ്ദാകും എന്ന് ചേട്ടനോട് ആരാണ് പറഞ്ഞത്? അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശം പരമാവധി അടിച്ചോളാനാണെന്നാണ്. ഇതാണ് റിപ്പോർട്ടർ ചാനലിന്റെ രീതി. അവർ എങ്ങനെയും മറ്റുള്ളവരെ കുറിച്ച് നുണ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ പ്രേക്ഷകരൊക്കെ മണ്ടന്മാരാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്ത് നുണ പറഞ്ഞാലും ജനങ്ങൾ കേട്ടോളുമെന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനുവേണ്ടി നിരന്തരം നുണ പറയും, കള്ളക്കേസുകൾ എടുക്കും, തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തും, നിസാരമായ പ്രശ്നങ്ങളെ ഊതി വീർപ്പിച്ച് വലുതാക്കും, വിരോധം തീർക്കാൻ വേണ്ടി നിരപരാധികൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കും. മരമുറി കേസ് അട്ടിമറിക്കാൻ സമ്മതിക്കാതിരുന്ന ബെന്നി എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത് ബലാത്സംഗ കേസിലെ പ്രതിയാക്കിയവരാണ് ഇവരെന്ന് ഓർക്കണം. ഇങ്ങനെ ഇവർ ചെയ്തു കൂട്ടാത്തതായി ഒന്നുമില്ല. എല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ഭരണഘടനയുടെയും പേരിലാണ്. വിവരക്കേട് മാത്രമേ ഇവർ വിളിച്ചു പറയൂ. കഴിഞ്ഞ ദിവസം കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ VD സതീശൻ പോയി എന്ന് പറഞ്ഞ് വിവരക്കേട് വിളിച്ചു പറഞ്ഞിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പിറ്റേ ദിവസം കിടന്ന് നിരങ്ങുന്നത് കണ്ടു അരുൺകുമാർ. എനിക്ക് കിട്ടിയത് VIP മൂവ്മെന്റ് രജിസ്റ്റർ മാത്രമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്നു. എന്താ VIP മൂവ്മെന്റ് രജിസ്റ്ററിൽ VD സതീശൻ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്ന് എഴുതി വെച്ചിരുന്നോ? ഒന്നുമില്ല. വിവരക്കേട് മാത്രം വിളിച്ചു പറയുക, എന്നിട്ട് മഹാനായി അഭിനയിക്കുക എന്നത് ആദ്യമല്ല അരുൺകുമാർ ചെയ്യുന്നത്. ആ അരുൺകുമാറിനെയും അനേകം തട്ടിപ്പ് കേസുകൾ പ്രതിയായ റിപ്പോർട്ടർ മുതലാളിമാരെയും കണ്ടുപഠിക്കുന്ന അവരുടെ റിപ്പോർട്ടർമാർ ഇങ്ങനെ ഗുണ്ടകളായാൽ അതിശയിക്കേണ്ടതില്ല. ഒരു CPM MLA തോളിൽ കൈയിടാനോ അയാളെ വെല്ലുവിളിക്കാനോ ഇവന്മാർക്കാർക്കെങ്കിലും നട്ടലുണ്ടോ? ഒരിക്കലും ഇല്ല എന്നതാണ് വാസ്തവം. ഇവന്മാരെ നിലയ്ക്ക് നിർത്തിയേ മതിയാവൂ. ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് രൂപം കൊടുക്കുന്നത് പെട്ടെന്നാണ്. ദുരിതമുണ്ടായാൽ മാത്രമേ ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടാക്കാൻ പറ്റൂ. ആദ്യ ദിവസം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിനോട് സഹകരിക്കുക എന്നതാണ് ദുരിതത്തിൽപ്പെട്ടവർ കാണിക്കേണ്ട മിനിമം മര്യാദ. അതില്ലാതെ വരുമ്പോൾ എല്ലാം അവകാശമാണെന്ന് പറയുമ്പോൾ ഈ കുത്തിത്തിരിപ്പുകാർ മുതലെടുത്ത് ഇത് വഷളാക്കുമ്പോൾ വാസ്തവത്തിൽ നിസ്വാർത്ഥമായി നാടിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന മനുഷ്യരെയാണ് നിശബ്ദരാക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വാട്സാപ്പിലിട്ട ഇതുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ പറയുന്ന മെസ്സേജ് കൂടി കേൾക്കുക. അതായത് ഈ എല്ലാത്തിന്റെയും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കുകയാണ് ഈ ഇടതുപക്ഷ മാധ്യമങ്ങളും ഈ ഇടതുപക്ഷ ചിന്താഗതിക്കാരും. അതായത് എന്ത് ചെയ്താലും പോരാ പോരാ പോരാ, അതിൻ്റെ അകത്ത് ചെറിയ ഒരു കാര്യത്തിൽ പോലും വലിയ ഊതിപ്പെരുപ്പിച്ച് ഉള്ള ഒരു പ്രശ്നത്തിലേക്ക് വരുമ്പം ചിലപ്പം ഒരു പാത്രം എടുക്കാൻ താമസിച്ചെന്നോ അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുവരാൻ താമസിച്ചെന്നോ എല്ലാത്തിൻ്റെയും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പൊതുജനങ്ങളും അതായത് സാധാരണ ജനങ്ങൾ അങ്ങ് മാറും. അതായത് അവകാശത്തെ പറ്റി മാത്രം, അതായത് അവർക്കെല്ലാം അവകാശമാണ്. ഒരു ക്യാമ്പ് തുടങ്ങുന്നത് അതൊക്കെ അവർക്ക് അവകാശം, ക്യാമ്പിലേക്ക് കൊണ്ടുപോകേണ്ടത് അവർക്ക് അവകാശം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബിരിയാണി ഉൾപ്പെടെയുള്ള ഏറ്റവും വിഭവസമൃദ്ധമായ ഭക്ഷണം കിട്ടുക എന്ന് പറയുന്ന അവരുടെ അവകാശം, എല്ലാം ഫ്രീ ആയിട്ട് അവിടെ കിട്ടുക എന്ന് പറയുന്ന അവരുടെ അവകാശം. ഇങ്ങനെ അവകാശങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ഒരു പരിധി വരെ ഇവർ ചെയ്യുന്നത്. ഇതാണ് ഈ കേരളത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. അപ്പം എപ്പോഴും ഇങ്ങനെ ഈ കുറ്റം പറയുകയും എപ്പോഴും ഇല്ലായ്മയെപ്പറ്റി മാത്രം പരാതി പറയുകയും എന്നാൽ ഉള്ളതിനെപ്പറ്റി ഒരു നന്ദിയോ അല്ലെങ്കിൽ ഉള്ളതിനെപ്പറ്റി ചിന്തിക്കാത്ത ഒരു സമൂഹം ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും കൂടെ ചെയ്യാതിരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാല് അവിടെ ഇപ്പം MLAയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരോ മനസ്സിന്റെ ഉള്ളിൽ നിന്നും ചെയ്യുന്നതും അവരെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പം ഈ ഉള്ളിൽ നിന്നും സ്നേഹം കൊണ്ട് അവരെ സഹായിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്നവര് ചെയ്യുമ്പം അതിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടുത്ത പ്രാവശ്യം ഇറങ്ങത്തില്ല.
അപ്പം നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ഇടതുപക്ഷ മാധ്യമങ്ങളും അപ്പം ഈ മാധ്യമങ്ങളും ഇടതുപക്ഷ പാർട്ടിക്കാരും ഇതിന്റെ അകത്തെ ഈ ചോര കുടിക്കുന്ന അട്ടകളെന്ന് വേണേ വിചാരിക്കാം. പക്ഷെ ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. കാര്യം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഈ സഹായം കിട്ടില്ല. കാര്യം സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കൂടെ അടുത്ത പ്രാവശ്യം ചെയ്യത്തില്ല. കാര്യം എന്നാ ചെയ്താലും കുറ്റമാ, അല്ലെങ്കിൽ എന്നാ ചെയ്താലും തെറി കേൾക്കും, പിന്നെന്തിനാ നമ്മൾ പോയി ചെയ്യുന്ന എന്ന് വിചാരിക്കും. അപ്പം ഈ ദുരിതം ശരിക്കും അനുഭവിക്കുന്ന ആൾക്കാര് ഇനിയും ഇതുപോലെ വെള്ളം പൊങ്ങിയാൽ ഞങ്ങൾക്ക് സഹായം കിട്ടണമെന്നും ഈ സഹായിക്കാൻ ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നവര് ഇതുപോലെ കുത്തിത്തിരിപ്പ് പറയുകയോ അല്ലെങ്കിൽ എല്ലാത്തിനും നെഗറ്റീവ് കാണുകയോ അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ അവകാശമാണെന്ന് ചിന്തിക്കുകയോ ചെയ്യുന്നത് അവസാനിപ്പിക്കണം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. പിന്നെ കമ്മികളെയും ഈ കമ്മി മാധ്യമപ്രവർത്തകരെയും വിടാം. കാരണം വെച്ചാൽ അവര് ബാക്കിയുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷെ ബാക്കി പൊതു സമൂഹത്തെ ഒന്ന് എംപവർ ചെയ്യുക, ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുക. അവർക്ക് ഒരു പരിധി വരെ അറിവില്ലായ്മയിൽ നിന്നായിരിക്കും ഇങ്ങനെ പറയുന്നത്. ബാക്കിയുള്ളവർ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന്റെ ആയിരിക്കും ഇങ്ങനെ പറയുന്നത്, എപ്പോഴും കുറ്റം പറയുന്നത്. അപ്പൊ അതൊന്ന് ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇതേക്കുറിച്ച് ബൈജു സ്വാമി ഇങ്ങനെ എഴുതി: ട്രീ കട്ടർ ചാനൽ ഉടമകൾ മുതൽ ഞാഞ്ഞൂൽ വയറ്റപ്പഴുപ്പ് ഫീൽഡ് റിപ്പോർട്ടർമാർ വരെ നീളുന്ന ഒരു സാമൂഹ്യ വിരുദ്ധ കൂട്ടായ്മയാണെന്ന് ഒരു തെളിവ് കൂടി. ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കാനെത്തിയ ചങ്ങനാശ്ശേരി MLA തോളിൽ കൈവച്ചും ദാർഷ്ട്യത്തോടെ കൈചൂണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ചിത്രം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് ആ MLA എത്ര സഹിഷ്ണുതയുള്ള ആളാണെന്നാണ്. ദാസപ്പന്റെ കാലത്ത് ഏതെങ്കിലും MLA തോളിൽ കൈയിടാൻ ഈ അലവലാതിക്കൊക്കെ ധൈര്യമുണ്ടായിരുന്നോ? കുനിച്ചു നിർത്തി കൂമ്പിനടിക്കും. ലെവന് പിന്നെയും മൂത്രം പോകാൻ ട്യൂബ് ഇടേണ്ടി വരും. കുങ്ങികളോടൊരു സത്യം പറഞ്ഞോട്ടെ, ഈ പേപ്പട്ടി ചാനലിനെയും അലവലാതി മുട്ടയെയും ഫീൽഡ് റിപ്പോർട്ടർ എന്ന പേരിൽ അലഞ്ഞു നടക്കുന്ന സാമൂഹിക വിരുദ്ധരെയും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വാർക്കപ്പണിക്ക് പോകുന്നതാണ് നല്ലത്. ഇതിനു മുമ്പ് ബൈജു സ്വാമി മറ്റൊരു പോസ്റ്റ് കൂടി ഇട്ടിരുന്നു: വീരപ്പൻ ആൻഡപ്പൻ ട്രീ കട്ടർ ചാനൽ ഒരു സാമൂഹ്യ വിരുദ്ധ മാധ്യമമാണെന്നറിയാൻ ഇന്നലെയും മിനിഞ്ഞാന്നും അവർ റെഡ് അലേർട്ട്, അതിഭീകരമായ മഴയും മണ്ണിടിച്ചിലും ഉണ്ടാകുമെന്ന് വാർത്ത കൊടുത്ത് പരിഭ്രാന്തി പരത്തിയെന്ന് നോക്കിയാൽ മതി. കൂടാതെ ന്യൂസ് എഡിറ്റർ എന്ന കസേരയിലിരിക്കുന്ന സാമൂഹ്യ വിരുദ്ധനായ മൊട്ട മുഖ്യമന്ത്രി സതീശൻ കേരളത്തിൽ പ്രളയക്കെടുതി ഉണ്ടായപ്പോൾ വെറും ഒരു കാപ്പിക്കട ഉദ്ഘാടിച്ച് നടക്കുകയാണ് എന്ന വ്യാജ വാർത്ത പരത്തുകയും ചെയ്തു. ഈ സാമൂഹ്യ വിരുദ്ധന്റെ ശല്യം തീർക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. കൊങ്ങികൾ കമോൺ ഹിയർ. 2 കൊല്ലം മുൻപ് കർണാടകത്തിൽ ഷിരൂർ എന്ന സ്ഥലത്ത് അർജുൻ എന്ന ഒരു മലയാളിയും അയാളുടെ ലോറിയും ഗംഗാവാലി നദിയിലേക്ക് മണ്ണിടിഞ്ഞു വീണപ്പോൾ മൊട്ടയും രഞ്ജിത്ത് ഇസ്രയേൽ എന്ന സ്വയം പ്രഖ്യാപിത ദുരന്ത എക്സ്പെർട്ടും ചേർന്ന് തെരച്ചിലിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു. ലോറി ഉടമ മനാഫ് എന്ന മറ്റൊരു ഫ്രോഡ് അവസരം മുതലാക്കി ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം തട്ടിപ്പ് നടത്തി. പിന്നെ ധർമ്മസ്ഥലയിൽ 100ഓളം യുവതികളെ കൊന്ന് കുഴിച്ചു മൂടിയ വാർത്തയുമായാണ് പൊങ്ങിയത്. ഇപ്പോൾ അത് വ്യാജ വാർത്തയാണെന്ന് കാണാതായ പെൺകുട്ടിയുടെ അവരെ പ്രസവിക്കാത്ത അമ്മ തന്നെ തുറന്ന് സമ്മതിച്ചപ്പോൾ മനാഫിക്ക മുങ്ങിയെന്നാണ് കേട്ടത്. അതോ അകത്താണോ എന്നും അറിയില്ല. എന്നാൽ കർണാടകയിലെ പോലീസിനെ കുരങ്ങ് കളിപ്പിച്ച വകയിൽ അന്നത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ മൊട്ടയെ പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഇനി കേരള കോൺഗ്രസ് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി: കർണാടകത്തിലെ ആരെ കൊണ്ടെങ്കിലും മൊട്ടയ്ക്കെതിരെ കോടതിയിൽ ഒരു ക്രിമിനൽ കേസ് കൊടുപ്പിക്കുക. കോടതി മൊട്ടയെ പിടിച്ച് അവിടെ എത്തിക്കാൻ ഉത്തരവിടും. ആ വാറന്റ് കേരളത്തിലെ പോലീസ് നടപ്പാക്കുക. മൊട്ട അറിയാതെ കഴിയുമെങ്കിൽ ന്യൂസ് ആൻഡ് ഷാപ്പ് ചർച്ച സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്ത് കർണാടകത്തിലെത്തിക്കുക. അന്നത്തെ ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിക്കാൻ മറക്കരുത്. ബാക്കി പിന്നെ അയാൾ നോക്കിക്കോളും. ഒരു കാര്യം ഓർക്കുക, 2 ഇടത്തും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അവസരത്തിനൊത്ത് ഉയരുക കൊങ്ങികളെ. ഇതിൽ കൂടുതലൊന്നും ഈ സംഭവത്തെക്കുറിച്ച് പറയാനില്ല. റിപ്പോർട്ടർ ചാനൽ എന്ന സാമൂഹ്യ മാലിന്യം ഈ നാടിനുണ്ടാക്കുന്ന ക്ഷതം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതിലും വലുതാണ്. നിരന്തരമായി നുണപ്രചരണങ്ങൾ നടത്തി ഗുണ്ടകളെ പോലെ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇവരോട് എന്തിനാണ് മാധ്യമം എന്ന നിലയിൽ ഈ നിശബ്ദതയും ഔദാര്യവും ഈ സർക്കാർ കാണിക്കുന്നത് എന്ന് മാത്രമേ പിടികിട്ടാത്തതുള്ളൂ.